ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു അടിപൊളി ബീട്രൂട്ട് ഫേസ് പാക്കാണ് കേട്ടോ. അപ്പം ഈ ഒരു ബീട്രൂട്ട് ഫേസ് പാക്കിൽ നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഉണ്ടാവില്ല, നീര്, അതുപോലെ തന്നെ അരിപ്പൊടിയും തൈരുമാണ്. അപ്പോൾ ഈ മൂന്ന് സംഭവം നമ്മുടെ സ്കിന്നിനെ നല്ല പിങ്കിഷ് ഫേസ് ആക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ആൻഡ് ഇത് നമ്മളൊന്ന് ലൂസാക്കിയ ശേഷം നമ്മൾ നമ്മുടെ മുഖത്തിലേക്ക് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ഫുള്ളായിട്ട് നമ്മുടെ മുഖത്തിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഇതൊരു കുറച്ച് നേരം ഉണങ്ങാനായിട്ട് വെക്കണം. ഈ ബീട്രൂട്ട് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയായിട്ട് പിങ്കിഷ് ആക്കാനും അതുപോലെ തന്നെ ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനും സഹായിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഫേസിലെ എല്ലാ സ്ഥലത്തും ഇതാക്കാം. ഇപ്പോൾ നമുക്ക് സമ്മറിന് ചെയ്യാൻ പറ്റിയ, സമ്മറിന് പൊതുവെ ടാൻ അടിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ അടിപൊളി റെമഡിയാണിത്. നമ്മൾ ഇതുപോലെ ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, പിങ്കിഷായിട്ട് നമ്മുടെ ഫേസിൽ നിന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 20 മിനിറ്റ്സ് വരെ നമ്മളൊന്ന് ഡ്രൈ ചെയ്യാൻ വെക്കണം. ഇത് നല്ല രീതിയായിട്ട് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല രീതിയായിട്ട് ഗ്ലോ ആവാനായിട്ട് ഇതാവുന്നുണ്ട്. ആൻഡ് സോഫ്റ്റ് ആൻഡ് ഷൈനിങ് ആക്കുകയും ചെയ്യും. ഇനി ഇത് നമ്മളൊന്ന് കണ്ണിൻ്റെ മേലെ ഡാർക്ക് സർക്കിൾസ് ഉള്ള സ്ഥലത്ത്, കറുത്ത സ്ഥലമുണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ബീട്രൂട്ട് പാക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കുറച്ച് നേരം ഇത് ഉണങ്ങാനായിട്ട് വെക്കുക. ഇനി എല്ലാ സ്ഥലത്തേക്ക് അപ്ലൈ ചെയ്തിട്ട് നമ്മളിതൊന്ന് കുറച്ച് നേരം ഉണങ്ങാനായിട്ട് വെക്കാം കേട്ടോ. അപ്പം ഇത് ഉണക്കിയ ശേഷമാണ് നമ്മുടെ ഈ ഒരു ടിപ്പ് സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 2 ദിവസം 3 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് വരും. അപ്പോൾ ഞാൻ ഫുള്ളും ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബീട്രൂട്ടിൻ്റെ കുറേ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല രീതിയായിട്ട് പിങ്കിഷ് ഫേസ് ആക്കാനൊക്കെ സഹായിക്കും. അപ്പോൾ ഞാൻ ചാമ്പക്ക് നിന്നുകൊണ്ട് അടുത്ത് ഫേസ് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഉണങ്ങിയിട്ട് നിങ്ങൾക്ക് കാണാം പൊടി പോലെ വീണ. അപ്പോൾ കുറേ ചാമ്പക്കൊക്കെ എടുത്ത് വീണു, കാരണം ഇവിടെ വീട്ടിൽ ചാമ്പക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, നിങ്ങൾക്ക് പൊടി പോലത്തെ വീണ കാണാം. ഇനി വാഷ് ചെയ്തിട്ടുള്ള റിസൾട്ട് നോക്കിക്കോളും. കണ്ടോ, സ്കിന്ന് നല്ല രീതിയിൽ സോഫ്റ്റ് ആൻഡ് ഗ്ലോ ആയിട്ടുണ്ട് ആൻഡ് ഷൈൻ ആയിട്ടുണ്ട്. ഇത് അടിപൊളി റെമഡിയാണ്. അപ്പോൾ ചെയ്യാൻ ആഗ്രഹമുണ്ട് ഇവരെല്ലാവരും ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ബായ്. അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.